അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അടിപൊളി അടിപൊളി അടിപൊളി. അതായത് കപ്പയും മീൻകറിയും. ഇത് മാപ്രാണം ഷാപ്പിലെ കള്ളിനേക്കാൾ രുചിയാണ് കറികൾക്ക്. അതെന്തായാലും ഇപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പോർക്ക് റോസ്റ്റ് അല്ലേ? പോർക്ക് റോസ്റ്റ് അതായത് ഇവിടുത്തെ സ്പെഷ്യലാണ്. അപ്പം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എന്നത് എപ്പം ഇതാണ് കേട്ടോ. നല്ല വിരിവിരാതിരിക്കുന്ന സാധനമാണിത്. ഇതിൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അടുത്തത് നമ്മൾ മട്ടൻ്റെ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഷാപ്പുകളിലൊന്നും ചിലപ്പോൾ മട്ടൻ്റെ ലിവർ കാണില്ല. മട്ടൻ കറി കാണും, മട്ടൻ്റെ റോസ്റ്റ്. ലിവർ അപൂർവമായിട്ട് അത് കാണുന്നത്. എങ്ങനെയുണ്ടാ? ഇതിനൊക്കെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരു വാക്ക് കിട്ടില്ലേ പറയാൻ? ശരി ഓക്കെ ഞാൻ ഇതാണ് എടുക്കുന്നത്. ഞണ്ട് എടുക്കുമ്പോഴേ നല്ല മാംസമുള്ള ഭാഗം എടുക്കണം അണ്ണാ. അതെനിക്കറിയാം, പക്ഷെ ഞാനത് കുറെ കഴിച്ചിട്ടുള്ള കാര്യം അണ്ണൻ കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ അണ്ണ എടുക്കാൻ വേണ്ടി ആ വലിയത് ഒന്നെടുത്ത് എന്നെ കൊണ്ട് എന്നിട്ട് അണ്ണൻ പറ. ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചുമ്മാ കഴിക്കരുത്. ഇങ്ങനെ ഇതെന്താ കറമുറ കടിച്ചു പറിച്ച് ഞാൻ കാണിച്ചില്ല. ഇതിന്റെ കറക്റ്റ് ടേസ്റ്റും അതിന്റെ സംഭവം കിടത്തുള്ളൂ. തൃശ്ശൂപൂരം തുടങ്ങണേക്കാൾ മുന്നേ വെടിക്കെട്ട് തുടങ്ങി അപ്പുറത്ത്. ആ മാംസം ഒന്നും കണ്ടോടാ. ഇപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ ഞണ്ട് കഴിക്കേണ്ടത്, അറിയാം. ഇത് മമ പ്രണാമം എന്നാ പറയേണ്ടത്, മാപ്രാണം എന്നല്ല, മമ പ്രണാമം. നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയില്ലേ. കുട്ടനാടൻ കായലിലെ കുറ്റുവെള്ളം തിരയുമ്പോൾ പാട്ടൊന്നു പാടടി കറുകി. അന്തിക്കൂടം താമത്തി ജനീളം കള്ളു കുടിക്കുമ്പോൾ കളകള പറയടി പുള്ളിക്കുയിലേ. തഞ്ചത്തിനു വീണും പിടിക്കണം, പള്ളിക്കുയിലേ തഞ്ചത്തിനു വീണും പിടിക്കണം. വേമ്പനാട്ടു കായൽ തിരകൾ തുടിക്കുന്നു തകതിമിതി മൃതേ. അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിതി മൃതേ. കുട്ടനാടൻ കായലിൽ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കറുമ്പി. അന്തിക്കൂടം കാപ്പത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴകല പറയടി പുള്ളിക്കുയിലേ.